ഐടി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ഇങ്ക്സ്കേപ്പിലെ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം 1. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലുള്ള ലെൻസസ് SVG എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. നമുക്ക് ആദ്യം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്നു വന്നിരിക്കുന്നു. ഇനി പറഞ്ഞ ഫയൽ തുറക്കണം. ഹോമിലെ ഫയൽ ഓപ്പൺ. ഹോമിലാണ് ഫയൽ ഉള്ളത്. ഹോം തുറക്കുന്നു. ഇമേജസ് 10ലാണ് ഫയലുള്ളത്. ഇവിടെ ഇമേജസ് 10 സെലക്ട് ചെയ്യുക. ഇമേജസ് 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ തന്നെ ലെൻസ് എന്ന ഫയൽ, ലെൻസ് SVG എന്ന ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. ലെൻസ് SVG ഇതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഫയൽ ഓപ്പൺ ആയി വന്നു. ഇനി ആദ്യത്തെ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് നോക്കുക. എല്ലാ ഓബ്ജക്റ്റുകളും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക എന്നതാണ്. അപ്പോൾ എല്ലാ ഓബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഡ്രാഗ് ചെയ്ത് എല്ലാ ഓബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്യുന്നു. ഇതിൽ 2 ഓബ്ജക്റ്റുകളുണ്ട്. അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അത് ഗ്രൂപ്പായി കഴിഞ്ഞു. ഇനി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ചോദ്യം നോക്കാം. ചിത്രത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് ഷാഡോ നൽകുക. ഷാഡോയ്ക്ക് 4% ബ്ലർ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിനെ കുറച്ച് തിരിച്ചു വെക്കാം. അതുമാത്രമല്ല, എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് താഴേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഓബ്ജക്റ്റ് എന്നതിൽ ലോവർ ടു ബോട്ടം, ഏറ്റവും അടിയിലത്തെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ലോവർ ടു ബോട്ടം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ബ്ലർ അമൗണ്ട് കൊടുക്കണം. ഷാഡോയ്ക്ക് 4% ബ്ലർ നൽകുക എന്നാണ്. ബ്ലർ കൊടുക്കാൻ വേണ്ടി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലർ 0 ആണ്. അതിനെ 4 ആക്കണം. 1, 2, 3, 4. ഇപ്പോൾ ചോദ്യത്തിൽ തന്ന മാതൃകയിൽ നമ്മളുടെ ചിത്രം ആയി തീർന്നിട്ടുണ്ട്. ഇനി അതിനെ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യണം. സേവ് ആസ് ചെയ്യുക എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫയൽ സേവ് ആസ്. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. പിന്നെ ചോദ്യ നമ്പർ, 1ാമത്തെ ചോദ്യമായതുകൊണ്ട് 1ാമത്തെ ചോദ്യത്തിന്റെ നമ്പർ കൊടുത്തു. ഇനി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എക്സാം 10 ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി സേവ് ചെയ്യുന്നു. സേവ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു.